പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി 2 ദിനവൃത്താന്തം 33 അധ്യായം 13 വാക്യം വായിക്കാം. യഹോവ തന്നെ ദൈവമെന്ന് മനസ്സയ്ക്ക് ബോധ്യമായി. ദൈവമക്കളെ, ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം യഹോവ തന്നെ ദൈവമെന്ന് മനസ്സയ്ക്ക് ബോധ്യമായി. തൻ്റെ ജീവിതയാത്രയിൽ താൻ 12 വയസ്സിൽ ഇസ്രായേലിൻ്റെ രാജാവായ മനുഷ്യനാണ് മനശ്ശ. ഹിസ്കിയാവിൻ്റെ മകനായ മനശ്ശ 12 വയസ്സിൽ അവന് ഇസ്രായേലിൻ്റെ രാജാവായി. അവൻ തൻ്റെ അപ്പനായ ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞ പൂജാഗിരികളെ വീണ്ടും പണിതു. ദൈവമക്കളെ, ദൈവത്തിൻ്റെ നഗരമായ ഇസ്രായേലിൽ അവൻ്റെ അപ്പനായ ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞ പൂജാഗിരികളെയും വിഗ്രഹങ്ങളെയും അവൻ പണിതുണ്ടാക്കി. അവൻ ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ചു. ദൈവത്തെ വിട്ട് അവൻ ആകാശത്തിലെ സകല സൈന്യത്തെയും അവൻ നമസ്കരിക്കുകയാണ്. അവൻ മുഹൂർത്തം നോക്കി അഭിചാരങ്ങളും ക്ഷുത്രങ്ങളും പ്രയോഗിച്ചു. വെളിച്ചപ്പാടത്തിമാരെ ലക്ഷം പറയുന്നവരെ നിയമിച്ചു. ഇതെല്ലാം ഇവൻ ചെയ്തതുകൊണ്ട് യഹോവയ്ക്ക് അവന് നേരെ കോപം ജ്വലിക്കുകയാണ്, കോപമുണ്ടാകുകയാണ്. ഹല്ലേലൂയ. മോശെ മുഖാന്തരം ഇസ്രായേലിനെ കൽപ്പിച്ച സകല ന്യായപ്രമാണത്തിലെയും ചട്ടങ്ങളെയും ന്യായങ്ങളെയും അനുസരിച്ച് നടപ്പാൻ അവൻ സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നിശ്ചയിച്ച ദേശത്ത് നിന്ന് അവരുടെ കാൽ ഞാനിനി നീക്കിക്കളയില്ല എന്ന് ദാവീദിനോട് പറഞ്ഞ ആ ദൈവമുണ്ടല്ലോ, ആ ദൈവം ആ ദൈവത്തിന് എതിരായിട്ട് മനശ്ശ പ്രവർത്തിച്ചതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. അതിന് തക്കവണ്ണം ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ദൈവം മനശ്ശയോടും അവൻ്റെ ഇസ്രായേലിന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ആകയാൽ ദൈവം അശൂർ രാജാവിനെ വരുത്തി അവരുടെ കയ്യിൽ മനശ്ശയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളോട് ഇടപെടും. പക്ഷേ നമ്മൾ കേട്ടില്ലെങ്കിൽ ദൈവം ശത്രുവിൻ്റെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ആ മനശ്ശയെ ദൈവം അശൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അശൂർ രാജാവ് മനശ്ശയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ആ മനശ്ശയെ ബാബേലിലേക്ക് കൊണ്ടുപോവുകയാണ്. കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ യഹോവയോട് അപേക്ഷിച്ചു. തൻ്റെ പിതാക്കന്മാർ ദൈവത്തിന് മുമ്പിൽ തന്നെത്താനെ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവം, ഇബ്രാഹാമിൻ്റെ ദൈവം, ഇസാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവമായ ആ ദൈവത്തിൻ്റെ മുമ്പിലുണ്ടല്ലോ, അവൻ വളരെ കഷ്ടത്തിലായപ്പോൾ മനശ്ശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടു, അവൻ്റെ യാചന കേട്ടു. അവനെ വീണ്ടും യെരൂശലേമിൽ അവൻ്റെ രാജ്യത്തിൽ തിരിച്ചു വരുത്തി. ഹല്ലേലൂയ. വീണ്ടും ദൈവം ദയ തോന്നി അവനെ വീണ്ടും രാജ്യത്തിലേക്ക് തിരിച്ചു വരുത്തുകയാണ്. അപ്പോഴവൻ പറയുന്ന വാക്യമാണ്, യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശയ്ക്ക് ബോധ്യമായി. യഹോവ തന്നെ ദൈവമെന്ന് അവന് മനശ്ശയ്ക്ക് ബോധ്യമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം ഹല്ലേലൂയ, ദൈവത്തെ വിട്ട് ആരെയും നമ്മൾ ആരാധിക്കരുത് എന്ന് ദൈവം നമ്മോട് കൽപ്പിച്ചതാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ദൈവത്തെ വിട്ട് പോകരുത്. അത് പോയാൽ നമ്മുടെ ജീവിതത്തിൽ നാശമാണ്. ഇത് 8 വയസ്സിൽ രാജാവായ മനശ്ശയ്ക്ക് അവൻ്റെ അപ്പൻ ഇടിച്ചു കളഞ്ഞ വിഗ്രഹങ്ങളെയൊക്കെ അവൻ ഉണ്ടാക്കി. ഹല്ലേലൂയ. അവനെ അശൂർ രാജാവിനെ വരുത്തി ദൈവം അവൻ്റെ അശൂർ രാജാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ വന്നപ്പോൾ അവൻ യഹോവയോട് യാചിക്കുന്നതാണ് കാണുന്നത്. നമ്മുടെ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ നോക്കിയേ. ഹിസ്കിയാവ് ചുമരിന് നേരെ മുഖം തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവന് 15 സംവത്സരം ദൈവം ആയുസ് നീട്ടിക്കൊടുത്തു. അതുമാത്രമല്ല, അശൂർ രാജാവ് തന്നെ പിടിക്കുവാൻ വന്നപ്പോൾ അശൂർ രാജാവിൻ്റെ പാളയത്തിലേക്ക് ദൂതനെ അയച്ച് ശത്രുക്കളെ സംഹരിച്ചു കളഞ്ഞ ദൈവം ഇതൊക്കെ ചെയ്തപ്പോൾ ഹിസ്കിയാവ് എന്താണ് ഇത്രയും ഉപകാരങ്ങൾ ദൈവത്തിൽ നിന്ന് അവന് കിട്ടിയപ്പോൾ അവൻ ഉപകാരത്തിന് ഒത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. തൻ്റെ ജീവിതയാത്രയിൽ താൻ നിഗളിച്ചു പോയതായിട്ട് നമ്മളവിടെ കാണുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ മേലും യഹൂദരുടെ മേലും യെരൂശലേമിലും
കോപമുണ്ടായി. അവന് നിഗളിച്ച് നടന്നുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ഹിസ്കിയാവിൻ്റെ മേലുണ്ട ഉളവായി. എങ്കിലും അവൻ്റെ ആയുഷ്കാലത്ത് ആ ദൈവം അവനോട്, ആ ഹിസ്കിയാവിൻ്റെ കാലത്ത് അവരുടെ മേലെ ന്യായവിധി വന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുകയാണ്. തൻ്റെ ഹല്ലേലൂയ യോബിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ യോബ് നിഷ്കളങ്കനും നീതിമാനും ദോഷം വിട്ടകന്നവനുമായ ആയിരുന്നു യോബ് അങ്ങനെ നടന്നുകൊണ്ട് യോബിന്റെ വസ്തുവകൾക്കും യോബിന്റെ മക്കൾക്കും ദൈവം എന്ത് ചെയ്തു? ദൈവം വേലി കെട്ടി സൂക്ഷിച്ചു. ഈ ഹിസ്കിയാവ് തൻ്റെ ജീവിതയാത്രയിൽ ഹിസ്കിയാവ് നിഗളിച്ചു പോയപ്പോൾ ഹിസ്കിയാവിന് ഇതിൻ്റെ നേരെ ദൈവത്തിൻ്റെ കോപം ചലിച്ചപ്പോൾ ആ വേലികെട്ട് പോയി എന്ന് നമുക്ക് അനുമാനിക്കാം. ഹല്ലേലൂയ. മക്കളുടെ മേലുള്ള ആ വേലികെട്ട്, ഹല്ലേലൂയ, 8 വയസ്സിൽ ഹിസ്കിയാവിൻ്റെ കാലത്തിന് ശേഷം മനശ്ശെ രാജാവായി. മനസ്സായി എന്ത് ചെയ്തു? അപ്പൻ ഇടിച്ചു കളഞ്ഞ വിഗ്രഹങ്ങളെ അവൻ വീണ്ടും പണിയുകയാണ്. അവൻ ദൈവത്തെ കോപിപ്പിക്കുകയാണ്. അവൻ ലക്ഷണം നോക്കുകയാണ്. അവൻ വെളിച്ചപ്പാടുകളോട് അടുത്തു പോവുകയാണ്. ദൈവത്തിന് വിരോധമായി എല്ലാം അവൻ ചെയ്യുകയാണ്. അങ്ങനെ അവൻ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ ചൊലിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ വിട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ ചൊലിക്കുകയാണ്. അവനെ അശൂർ രാജാവിൻ്റെ കയ്യിലേൽപ്പിച്ചു. കൊളുത്തുകളാൽ അവനെ പിടിച്ചു. അവൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവൻ പറയുകയാണ്, യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെക്ക് ബോധ്യമായി. നമ്മൾ വായിച്ച കുറിവാക്യം അതാണ്, യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെക്ക് ബോധ്യമായി. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എത്ര കഷ്ടങ്ങൾ വന്നാലും എത്ര പ്രയാസങ്ങൾ വന്നാലും നമ്മൾ നിഗളിച്ചു പോകരുത്. ഞങ്ങൾ നിഗളിച്ചു പോകാതെ ദൈവം തന്ന ഉപകാരത്തിനൊത്തവണ്ണം ദൈവത്തെ സ്തുതിച്ച് നിഗളിച്ചു പോകാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എളിമയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ ഉപദേശിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഉപദേശിച്ചില്ലെങ്കിൽ, അങ്ങനെ നമ്മൾ അങ്ങയുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷാവിധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നിഗളിച്ചു പോകരുത്. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി മാത്രം ജീവിക്കണം. ഹല്ലേലൂയ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ പാപങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കഴുകിക്കളയണം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് വേണ്ടി മരിച്ചിറക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു ഉണ്ട്. ആ യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ജീവിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കണം. അവനോന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നമ്മൾ ജീവിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനശ്ശെക്ക് ബോധ്യമായി യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെക്ക് ബോധ്യമായി. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ.